Tip number 5. Focus on your pronunciation than grammar. Hi everybody, what's up? Welcome to English with JC. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഡിഫറെന്റ് ടിപ്പ് കൊണ്ടാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഒരു 2-3 ദിവസം നോക്കിയപ്പോൾ നമ്മൾ 3 ഡിഫറെന്റ് ടിപ്പുകൾ കടന്നുപോയി. Day 1 ഞാൻ ടിപ്പ് പറഞ്ഞിരുന്നു. You need to understand which part of the body you are using to speak the language. രണ്ടാമത്തെ ദിവസം ഞാൻ രണ്ടാമത്തെ ടിപ്പ് നിങ്ങൾക്ക് തന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് റീഡിങ്ങിനെ കുറിച്ചായിരുന്നു. മൂന്നാമത്തേത് റീഡിങ്ങും അതുപോലെ ലിസണിങ്ങും ഒരുമിച്ച് നമ്മൾ കമ്പൈൻ ചെയ്ത് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നായിരുന്നു. പിന്നെ നാലാമത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നമ്മൾ ഇനി പറയാൻ പോകുന്ന മോണോലോഗ്സും ഡയലോഗ്സും എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്യാമെന്നായിരുന്നു. ഓക്കെ, ഇനി അഞ്ചാമത്തെ ടിപ്പാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ടിപ്പ് നമ്പർ 5. ടിപ്പ് നമ്പർ 5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ യുവർ പ്രൊനൗൺസിയേഷൻ ദാൻ ഗ്രാമർ. ഒന്നുകൂടെ ഞാൻ പറയാം. ഫോക്കസ് ഓൺ യുവർ പ്രൊനൗൺസിയേഷൻ ദാൻ ഗ്രാമർ. നമുക്ക് എല്ലാവർക്കും ഒരു വലിയൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പ്രശ്നം. നമ്മളെല്ലാവരും ഓർത്തോണ്ടിരിക്കുന്നത് ഗ്രാമർ ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ്, പ്രൊനൗൺസിയേഷൻ ഇമ്പോർട്ടൻസ് ഇല്ലെന്ന് ഓർത്തോണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ല ശരി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ just think that you want to go to a different country, you want to go to United States or you want to go to UK. നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഉള്ള ആൾക്കാര് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഗ്രാമർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. അവർ നോക്കുന്ന നിങ്ങൾ പറയുന്ന വേർഡ്സിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്നാണ്. അവർക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ പറയുന്ന വേർഡ്സ്? പറഞ്ഞു മനസ്സിലാവില്ലേ? അവിടുത്തെ ഒരു സ്ലാങ്ങിലാണോ അവിടുത്തെ ഒരു സ്റ്റൈലിലാണോ നിങ്ങളുടെ വേർഡ്സിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്? ഇതാണ് അവർ നോക്കുന്നത്. അവിടെ ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സെൻസ് ഉണ്ടായിരിക്കും. അവർക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ശരിക്കും പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന ഒരു സംഭവമാണ് എന്താ, നമ്മുടെ ഗ്രാമറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചെറുപ്പം തൊട്ടേ നമ്മുടെ സ്കൂളുകളിലൊക്കെ എന്താ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്, അവർ നമ്മൾ എഴുതി പഠിപ്പിക്കുകയും ചെയ്യുന്നത്. കുറെ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നു, അതുപോലെ കുറെ വർക്ക്ഷീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഗുണമുണ്ട്. നമ്മൾ ഗ്രാമർ എല്ലാം കരച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷേ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയത്തില്ല. ഓരോ വേർഡ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഒരു വേർഡ് എങ്ങനെയാണ് മറ്റൊരു വേർഡായിട്ട് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ എന്താണ് പ്രോപ്പർ ആയിട്ടൊന്നും നമുക്ക് പ്രത്യേകം അറിയത്തില്ല. അപ്പൊ നമുക്കിത് ചെയ്യണമെങ്കിൽ ലൈക്ക് സേ 2-3 കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ അറിയാൻ നമുക്ക് ഗൂഗിൾ ഉപയോഗിക്കാം അല്ലെ. ഗൂഗിൾ കയറിയെങ്കിൽ പല രീതിയിൽ നമുക്ക് ഒരു വേർഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ആക്സെന്റിൽ എങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യൂട്യൂബിൽ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ കയറുവാണെങ്കിൽ കുറെ ഡിഫറെന്റ് രീതിയിലുള്ള വേർഡ്സ് അടിച്ചു കൊടുക്കാം, വെക്കാബുലറി അടിച്ചു കൊടുക്കാം. ഓരോ ഡിഫറെന്റ് കൺട്രികളിലും ഓരോ ജർമ്മൻ ആക്സെന്റിൽ എങ്ങനെയാണ്, ഇംഗ്ലണ്ടിലെ ആക്സെന്റ് എങ്ങനെയാണ്, യുഎസിലെ ആക്സെന്റ് എങ്ങനെയാണ്, ഇന്ത്യൻ ആക്സെന്റ് എങ്ങനെയാണ്, ഓരോ ഡിഫറെന്റ് സ്റ്റൈൽ എങ്ങനെയാണ് വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ഞാൻ എപ്പോഴും പറയും, ഒന്നെങ്കിൽ നമ്മൾ UK ആക്സെന്റ് അല്ലെങ്കിൽ US ആക്സെന്റുകളിലെ വേർഡ്സ് ആ ഒരു ആക്സെന്റ് തന്നെ നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ഒരിക്കലും ഓസ്ട്രേലിയനോ ന്യൂസിലൻഡ് ആക്സെന്റ് ഒന്നും നമ്മൾ കോപ്പി ചെയ്യാൻ നോക്കരുത്. കാരണം വെച്ചാൽ അവരുടെ പ്രൊനൗൺസിയേഷൻ ഇസ് വെരി ഡിഫറെന്റ്. വേർഡ്സ് മനസ്സിലാക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് എപ്പോഴും US അല്ലെങ്കിൽ അമേരിക്കൻ ആക്സെന്റ് നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഓർത്തിരിക്കുക നിങ്ങളുടെ മനസ്സിൽ, നമുക്ക് പ്രൊനൗൺസിയേഷൻ ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഗ്രാമറിലല്ല. ഗ്രാമർ പയ്യെ പയ്യെ ഫിക്സ് ആയി വന്നോളൂ. നമ്മൾ പ്രൊനൗൺസിയേഷനിലൂടെ നമ്മൾ ഓരോ സംസാരിച്ച് നമ്മുടെ കോൺഫിഡൻസ് വന്ന് നമ്മൾ പറയുന്ന കാര്യം കുറിച്ച് ക്ലാരിറ്റി വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഗ്രാമർ പയ്യെ പയ്യെ ശരിയായി വന്നോളൂ. അത് കണക്ട് ചെയ്ത് പൊക്കോളൂ. അതിനുവേണ്ടി നിങ്ങൾ ഒരു സം എമൗണ്ട് ഓഫ് ടൈം അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കരുത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ വറി ചെയ്യുന്ന കാര്യമാണ് പ്രൊനൗൺസിയേഷൻ. സോ വറി അബൌട്ട് യുവർ പ്രൊനൗൺസിയേഷൻ, നോട്ട് യുവർ ഗ്രാമർ. ദാറ്റ് ഈസ് മൈ ടിപ്പ് നമ്പർ 5. സോ പ്രൊനൗൺസിയേഷൻ ഒരു മെയിൻ കാര്യം നിങ്ങൾക്ക് പറയാം. ഒരു ബാഡ് പ്രൊനൗൺസിയേഷൻ ആയിട്ട് നമ്മൾ ഒരാൾക്ക് എന്തുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ബാഡ് ഗ്രാമർ ഉണ്ട് നല്ല പ്രൊനൗൺസിയേഷൻ ആയിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കത്തില്ല. ആ ഗ്രാമർ ഇഷ്യൂ ആൾക്കാർ നോക്കത്തില്ല. മനസ്സിലായില്ലേ? നമുക്ക് ഇത് പറയാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, he is confident enough to speak to me and he is able to pronounce the words. He will answer you back. Okay, so make sure നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനത്തെ ഇഷ്യൂ. നമ്മൾ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഐ സെഡ് ഗ്രാമറിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. റൈറ്റിംഗിൽ മാത്രമേ ശരിക്കും ഗ്രാമറിന് ഇമ്പോർട്ടൻസ് വരുള്ളൂ. സ്പീക്കിങ്ങിനൊക്കെ ഫുൾ സ്ലാങ്സ് ആണ്, full word, different way of pronunciation, different expressions, different stress on. So make sure that you do this. You worry more about your pronunciation, not your grammar. ഇതിനു വേണ്ടിയുള്ള ഓരോ കാര്യം ഞാൻ പറഞ്ഞു. ഗൂഗിൾ ഉപയോഗിക്കുക, യൂട്യൂബ് ഉപയോഗിക്കുക. ഇതിലെല്ലാം കയറി പ്രൊനൗൺസിയേഷൻസ് കേൾക്കുക. നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് റീഡ് ചെയ്ത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ലിസണിങ് റീഡിങ് ഒരുമിച്ച് ചെയ്ത് റെക്കോർഡ് ചെയ്യുക. ടൈം ചെയ്ത് നോക്കുക, എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നോക്കുക. നമ്മൾ വേറെ ആളുകൾ സംസാരിക്കുന്നത് നോക്കിയിട്ട് അവരെങ്ങനെയാണ് വേർഡ്സ് പറയുന്നത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ, എന്റെ നാക്ക് മാറുന്നുണ്ടോ, എന്റെ ലിപ്സ് എങ്ങനെ അനങ്ങുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു 5 ടിപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാ ദിവസവും, ഞാൻ പറയത്തില്ല ആഴ്ചയിലെ ഓരോ ഡിഫറെന്റ് ടിപ്പ്, എല്ലാ ദിവസവും ഒരു 5-10 മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ട്രസ്റ്റ് മീ, ഇൻ ദ നെക്സ്റ്റ് 30 days you will be able to improve your language.
Trust me, this is my promise. So thank you so much for spending your time with JC today, and I hope I'll come back with some new videos maybe in the next couple of days, and I'll see you soon. Thank you again. You have a great day, and bye bye, and please make sure be safe from corona. Take the precautions. Bye bye, y'all.